Good, Bad, Ugly. Starring Ajit Kumar, Trisha Krishnan, Priya Prakash Warrior, Kartikeya, Simran, Jackie Shroff, Shine Tom Chacko, Yogi Babu, Rahul Dev. അങ്ങനെ വലിയ ഒരു കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണ് ആക്ച്വലി ഗുഡ് ബാഡ് അഗ്ലി. ഉഷാ ഉദുപ്പ് അവരൊക്കെ ഉണ്ട് ഈ പടത്തിൻ്റെ അത്. ആക്ച്വലി റൈറ്റർ ഡയറക്ടർ ആദിക് രവിചന്ദ്രൻ. മാർക്ക് ആന്റണി എന്ന് പറയുന്ന സിനിമ, അതിന് മുമ്പ് തന്നെ തൃഷ ഇലവൻ നയൻതാര എന്ന് പറയുന്ന സിനിമ. ആദിക് രവിചന്ദ്രൻ ഒരു യുണീക്ക് മേക്കിംഗ് സ്റ്റൈൽ ഉള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് തമിഴ് സിനിമയിൽ. അതൊരു ലൗഡ് ഒരു 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 വൈബ് ജാസ്തി ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാവില്ല. ഒരു യൂത്തിനെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു സെലിബ്രേഷൻ മോഡിലുള്ള സിനിമകൾ, അത് എന്നാലൊരു വേറൊരു ആസ്പെക്റ്റുള്ള സിനിമകൾ എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരനതായിട്ടുള്ള രീതിയിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലുള്ള ഒരാളായിട്ട് ആദിക് രവിചന്ദ്രനെ തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ആക്ച്വലി കുറച്ച് വൈകിയാണെങ്കിൽ സിനിമ കാണാൻ വേണ്ടി തീരുമാനിച്ചത്. അജിത് കുമാറിൻ്റെ മങ്കാത്ത മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സിനിമകളും തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ വിടാമുയർച്ചി തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടില്ല. കാരണം അത് ഇനീഷ്യലി അതിനൊരു എന്താ പറയുക, അഡ്വർടൈസ്മെൻറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം അത് വന്നപ്പോൾ വലിയൊരു ഓളം ഉണ്ടാക്കാതെ പോയി. പിന്നെ ഞാനത് OTT വന്നപ്പോൾ കാണാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് ഇതുവരെ അത് കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ആ സിനിമ. സോ അതൊഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള അജിത്തിൻ്റെ സിനിമകളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. സോ അജിത്തിനൊരു പ്രോപ്പറായിട്ടുള്ള കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു സിനിമ മങ്കാത്തക്ക് ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ വന്നിട്ടില്ല. അതായത് ഫാൻസിനെയും അറ്റ് ദ സെയിം ടൈം ജനറൽ ഓഡിയൻസിനും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സിനിമ അജിത്തിൻ്റെ ആയിട്ട് വന്നിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇവൻ ദോ വിശ്വാസമൊക്കെ അവർ പറയുന്നുണ്ടല്ലോ, എനിക്ക് പേഴ്സണലി വിശ്വാസമൊക്കെ ഭയങ്കര വർക്കൗട്ട് ആയിട്ടുള്ള സിനിമയല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആക്ച്വലി ഗുഡ് ബാഡ് അഗ്ലി ഭയങ്കര സ്പീഡിൽ അനൗൺസ് ചെയ്യുന്നു, ഭയങ്കര സ്പീഡിൽ റിലീസ് ചെയ്യുന്നു ആദിക് രവിചന്ദ്രൻ. ഡൈ ഹാർഡ് അജിത്തിൻ്റെ ഭക്തൻ എന്ന് വേണമെങ്കിൽ പറയാം ആദിക് രവിചന്ദ്രൻ. കാരണം ഇപ്പോൾ വിജയിൻ്റെ പെർസ്പെക്റ്റീവിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പം അറ്റ്ലി ഉള്ള പോലെയും അല്ലെങ്കിൽ കാർത്തിക് സുബ്രാജ്, രജനീകാന്തിനുള്ള പോലെയൊക്കെ ഒരു ഡൈ ഹാർഡ് ആയിട്ടുള്ള ഫാനാണ്. പക്ഷേ ഇവരുടെയൊക്കെ കാട്ടും ഒരു പടി മേലെയാണ് ആദിക് രവിചന്ദ്രൻ ആക്ച്വലി ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് ആസ് എ ഫാൻ ബോയ് എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിൽ. കാരണം ഒരു അജിത് സിനിമ പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള മങ്കാത്തക്ക് ശേഷം പറയുകയാണെങ്കിൽ എനിക്കൊന്ന് വീരം ഒക്കെ കുറച്ചും കൂടി അത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഏറ്റവും കൂടുതലായിട്ട് സ്ക്രീൻ പ്രസൻസ് യൂസ് ചെയ്തിട്ടുള്ള ആക്ച്വലി ആദിക് രവിചന്ദ്രനാണ്. ഈവൻ ഈ സിനിമേൻ്റെ അകത്ത് കഥ എന്ന് പറയുന്നത് കാര്യമായിട്ട് ഒന്നുമില്ലെങ്കിൽ കൂടി ഈ സിനിമ കണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകന് ഒരു ഓളം തരുന്നുണ്ട്. അതാണ് ആക്ച്വലി ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു അജിത്തിൻ്റെ സിനിമ ഇതിന് മുമ്പ് മങ്കാത്തക്ക് മുമ്പുള്ള അല്ലെങ്കിൽ അജിത്തിൻ്റെ പഴയ സിനിമകൾ കാണാത്ത ഒരാൾക്കാർക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഓഡിയൻസിന് ഇത് പലപ്പോഴും എന്താണ് ഇവർ സംസാരിക്കുന്നത് മനസ്സിലാവില്ല. ഫസ്റ്റ് ഹാഫിലൊക്കെ അജിത്തിൻ്റെ തന്നെ മെയിൻ ആയിട്ടുള്ള സിനിമകൾ നമ്മൾ അറ്റ്ലീസ്റ്റ് പേരെങ്കിലും പഠിച്ചു വെക്കുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ അട്ടഹാസം, ദീന, വാലി, അതുപോലെ തന്നെ അമർക്കളം, വർലാറ്, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഓർത്തു വെക്കുന്നെങ്കിലും നല്ലതാണെന്നുള്ളത്. കാരണം അതിൻ്റെ മെയിനായിട്ടുള്ള കഥ എന്താണ് ഓർത്തു വെക്കുന്നത്. കാരണം അവെഞ്ചേഴ്സ് ഒക്കെ കാണാൻ പോകുന്ന പോലെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഇതൊക്കെ എന്താണ് സംഭവം ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് കണക്റ്റ് ആവാത്തതുകൊണ്ട്. ഒരു സ്പൂഫ് രൂപേണ അജിത്തിൻ്റെ സിനിമേനെ മാക്സിമം കളിയാക്കുകയാണ് ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടി അജിത്തിൻ്റെ മാസ് ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ശ്രമിക്കും. നമ്മളിപ്പോൾ ഒരു സ്പൂഫ് ചെയ്യുമ്പോൾ സ്വന്തം സിനിമ തന്നെ വന്നിട്ട് കളിയാക്കുന്ന സമയത്ത് മോസ്റ്റ്ലി വന്നിട്ട് ആ നടൻ ട്രോൾ രൂപത്തിലാണ് പോവുക. പക്ഷേങ്കിൽ അവിടെയും വന്നിട്ട് അജിത്തിൻ്റെ ബിൽഡപ്പിന് ഒരു കുറവുമില്ലാത്ത ഒരു സിനിമയാണ് ആക്ച്വലി ആദിക് രവിചന്ദ്രൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു ഫാൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ ആലോചിക്കുന്ന സമയത്തേക്ക് ഞാനിതിൻ്റെ ഫസ്റ്റ് ഡേ ഒക്കെ ആലോചിക്കുമായിരുന്നു. കംപ്ലീറ്റ്ലി സീൻ ബൈ സീൻ 80% ഓഫ് ദ സിനിമ വന്നിട്ട് സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ചെയ്തത്. അറ്റ് ദ സെയിം ടൈം ഒരു കോമൺ ആയിട്ടുള്ള ഓഡിയൻസിന് ഒട്ടും തന്നെ ചില സമയത്ത് വർക്കൗട്ട് ആവാതെ പോകാനും സാധ്യതയുണ്ട് ആക്ച്വലി ആദിക് രവിചന്ദ്രൻ. ഒന്നാമത് വെച്ചാൽ ആദിക് രവിചന്ദ്രൻ്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഇഷ്ടമല്ലാത്തൊരു വിഭാഗം ആൾക്കാരുണ്ട്. കാരണം വേറൊരു വലിയൊരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വന്നിട്ട് ഒരു അറ്റ്ലിയോ അല്ലെങ്കിൽ വന്നിട്ട് കാർത്തിക് സുബ്രാജാണോ ഈ സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഏത് രീതിയിൽ പൊളി എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു തർക്കം ഉണ്ടാവില്ല. കാരണം അവിടെ ഒരു ഡയറക്ടർ ഏത് രീതിയിലാണ് അത് ഡെലിവർ ചെയ്യാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു ടോക്ക് വരും. പക്ഷേ ആദിക് രവിചന്ദ്രൻ ഇതാണ് ഡെലിവർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഈവൻ ഫാൻസിന് പോലും അറിയാം, അത് കാണുന്ന എല്ലാവർക്കും അറിയാം, ഈവൻ എനിക്ക് പോലും അറിയാം. അത് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കുമല്ലോ ആദിക് രവിചന്ദ്രൻ്റെ സിനിമ. മാർക്ക് ആന്റണിയൊക്കെ ആ ലൗഡ് 100 ഡെസിബൽ കോൺസ്റ്റൻ്റ്ലി വന്നിട്ട് നമ്മുടെ ചുവട്ടിലേക്ക് അടിക്കുന്ന ഒരു മൂവി മേക്കിംഗ് ആണ് ആദിക് രവിചന്ദ്രൻ. അത് AAAയും അതുപോലെ തന്നെ തൃഷ ഇലവൻ എല്ലാത്തിലും അങ്ങനത്തെ ഒരു മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പടത്തിനുവേണ്ടി സ്പെസിഫിക് ആയിട്ടില്ല. പക്ഷേ ആദിക് രവിചന്ദ്രൻ ഇതാണ് ചെയ്യുക, അത് അവൻ വൃത്തിയായിട്ട് അതായത് കാണാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും മ്യൂസിക് കമ്പോസിഷൻ GV പ്രകാശ് കുമാറാണ്. മ്യൂസിക്കിനെക്കാട്ടുപരി
പാട്ടുകളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 5-6 പഴയ പാട്ട് അറഞ്ചും പുറഞ്ചൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഈ സിനിമേൻ്റെ അകത്ത്. ചിലതൊക്കെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചിമുട്ടായി എന്ന് പറയുന്ന വില്ലൻ്റെ ഇൻട്രൊഡക്ഷൻ സീന് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വന്നിട്ട് സിമ്രൻ്റെ സുൽത്താനെ സോങ് വന്നിട്ട് ഭയങ്കരമായിട്ട് നല്ല ഫീൽ. അതേപോലെ തന്നെ വർക്കൗട്ട് ആവാത്ത ഒരു ഫൈറ്റ് സീക്വൻസിൽ പിന്നെ സകലകലാവല്ലഭൻ എനിക്ക് പേഴ്സണലി അത് വർക്കൗട്ട് ആയിട്ടില്ല. അത് കുറച്ചൊരു ഓവർ ഡൂ പോലെ തോന്നി. ആവശ്യത്തിനും അനാവശ്യത്തിനും പാട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനും അജിത്തിൻ്റെ പഴയ പടങ്ങളുടെ പേര്, വിജയ് റെഫറൻസ്, അങ്ങനെ പല 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 പരിപാടികൾ ഇതിനുള്ളിലുണ്ട്. പക്ഷേ ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ മാക്സിമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, എന്നാൽ അജിത്തിനൊരു ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ആക്ച്വലി ആദിത്യ രവിചന്ദ്രൻ പരിഗണന, വാട്ട് ഹീസ് കേപ്പബിൾ ഓഫ് എന്ന് പറയുന്ന രീതിയിൽ. പക്ഷേ ഇതല്ല അജിത്ത് ചെയ്യേണ്ട സിനിമ. പക്ഷേ സ്റ്റിൽ ഒരു പരിധി വരെ വന്നിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, എനിക്ക് പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട് ആക്ച്വലി. ഇതൊരു AK സെലിബ്രേഷൻ ആണ്. ഓക്കെ, അജിത്തിൻ്റെ പേര് തന്നെ AK ആണ്, റെഡ് ഡ്രാഗൺ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളി സ്വയം അങ്ങനെ റെഡ് ഡ്രാഗൺ കാരണം അജിത്തിന് ആക്ച്വലി പിന്നെ അജിത്തിൻ്റെ ഫാൻസിനെ അങ്ങോട്ട്, അജിത് ഫാൻസ് റൈവൽറിയുടെ ഇടയിൽ യാമ അനിൽ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. സോ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫാൻസെങ്കിലും അജിത്തിനെ റെഡ് ഡ്രാഗൺ എന്ന് തന്നെ അഭിസംബോധന ചെയ്യണം എന്നുള്ള രീതിയിലാണ് ആക്ച്വലി ആദിത്യ രവിചന്ദ്രൻ സിനിമ എടുത്തിട്ടുള്ളത്. അർജുൻ ദാസ് വളരെ ഗംഭീരമായിട്ടുള്ള ക്യാരക്ടർ ചെയ്തു. പുള്ളി ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് കുറച്ചും കൂടി അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. യോഗി ബാബു, സുനിൽ ഇവരൊക്കെ വന്നിട്ട് വരുന്ന പോർഷൻസ് ഒക്കെ വളരെ നന്നായിട്ട്, അതായത് നമ്മൾ ഈ പുലിമുരുകൻ്റെ അകത്ത് പറയുന്ന പോലെ ഒരു ബിൽഡപ്പിന് വേണ്ടിയിട്ടാണ് ഈ സിനിമയിൽ ഭൂരിഭാഗം ആൾക്കാർ. ഇതിനകത്തൊരു വില്ലൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല ഇതിനകത്ത് വില്ലൻ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ പോകുന്നവരും വന്നവരും നിന്നവരും എല്ലാവരും വന്നിട്ട് ഒരു ബിൽഡപ്പ് പരിപാടിയാണ് ഇതിനകത്ത്. അത് പക്ഷേ ഒരു പരിധി വരെ അത് രസമുണ്ട്, കാണാൻ വേണ്ടിയിട്ട് ഒരു രസമാണ്. ഒരു ബോറായിട്ട് അതൊരു മേക്കിംഗ് ശൈലി അവനത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വന്നിട്ട് ഈ നമ്മുടെ ഡാർക്കി എന്ന് പറയുന്ന മലേഷ്യൻ സിംഗറാണെന്ന്, സിംഗപ്പൂർ മലേഷ്യൻ അറിയില്ല, പുള്ളിക്കാരൻ്റെ ആ പാട്ട്, ആ ഫൈറ്റ് സീക്വൻസ് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള സുപ്രീം സുന്ദറാണ്. അതല്ലാതെ ഒരു പറ്റം ഫൈറ്റ് കൊറിയോഗ്രാഫിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. സിനിമാറ്റോഗ്രാഫർ അഭിനന്ദൻ രാമാനുജൻ, അതുപോലെ തന്നെ എഡിറ്റർ വിജയ് വേലുക്കുട്ടി. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള പരിപാടികൾ, കാരണം ഒരുപാട് ക്യാമറ പരിപാടികളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് കുറേ തിയേറ്ററിക്കൽ മൊമെന്റ്സ്, കംപ്ലീറ്റ്ലി തിയേറ്ററിക്കൽ ആയിട്ടുള്ള ഒരു പടമാണ് ആക്ച്വലി ഗുഡ് ബാഡ് അഗ്ലി എന്നാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും OTT കണ്ടാൽ നമുക്ക് ഇന്നലെ ഒരു തിയേറ്ററിൽ കിട്ടിയ ഒരു ഫീല് നമുക്ക് കിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്നത് അജിത്തിൻ്റെ ഒരു കുറച്ച് കാലത്തിന് ശേഷം എനിക്ക് പേഴ്സണലി തിയേറ്ററിക്കലി കുറച്ച് വർക്കായിട്ടുള്ള സിനിമയാണ് ആക്ച്വലി ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ഓൾ ദ ഫ്ലോസ് നമുക്കൊരു എന്താ പറയുക, ഒരു ഫാൻ ബോയ് സംഭവം എന്നുള്ള പെർസ്പെക്റ്റീവിൽ കാർത്തിക് സുബ്രാജ് പേട്ടയിൽ ചെയ്തതോ അല്ലെ അറ്റ്ലി മെർസലിൽ ചെയ്തതോ ആയിട്ടുള്ള ഒരു ഫാൻ ബോയ് സംഭവമല്ല. ഈ സംഭവം ഫാൻ ബോയ്സിന് വേണ്ടി മാത്രമുള്ള ഒരു സംഭവമാണ്. എന്നാൽ ഒരു അജിത്തിൻ്റെ സിനിമയൊന്നും കാണാതെ വരുന്ന ഒരാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഫിലിമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പക്ഷേ AK അജിത് കുമാറിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, പുള്ളി ഡെലിവർ ചെയ്യുന്ന ഒരു ഓൺ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഫാക്ടറാണെന്ന് ഒന്നും കൂടി തെളിയിപ്പിക്കുന്ന ഒരു സിനിമയാണ് ആക്ച്വലി ഗുഡ് ബാഡ് അഗ്ലി. ഫ്ലോസിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ VFX ഒക്കെ ഭയങ്കര ഷോക്കാണ് പല സ്ഥലത്തും. കാരണം ഇതിൻ്റെ ലാസ്റ്റിലോട്ട് വരുന്ന സമയത്തായാലും ഒരുപാട് സ്ഥലത്ത് VFX ഭയങ്കര ഷോക്കാണ്. കാരണം ഇത്രയും വലിയൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ. പിന്നെ പകുതി സിനിമ വന്നിട്ട് ഇത് ആനിമേറ്റഡ് ആണ്, AI-യും പരിപാടികളൊക്കെ ഇടയിൽ വരുന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കാനൊരു സമയം ഇല്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ വൺസ് അഗൈൻ ഗുഡ് ബാഡ് അഗ്ലി ഡെഫിനറ്റ്ലി ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വലിയൊരു ഹൗസ്, വലിയൊരു തിയേറ്റർ, അറ്റ്ലീസ്റ്റ് വന്നിട്ട് ആളില്ല എന്നുള്ള പെർസ്പെക്റ്റീവ് ആണെങ്കിൽ കൂടി ഇത് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. ആ തിയേറ്ററിക്കൽ മൊമെന്റ്സ് ഒരുപാടുള്ള സിനിമയാണ്. സോ ആദിത്യ രവിചന്ദ്രൻ ആസ് എ ഫാൻ ബോയ് ഹാസ് ഡിഡ് ജസ്റ്റിസ് ടു ഹിസ് ഐഡിയൽ എന്ന് വേണമെങ്കിൽ പറയാം. അത് അവൻ്റെ ആ ലാസ്റ്റത്തെ ബ്ലൂപ്പറിലടക്കം വന്നിട്ട് അവൻ ഈ ക്യാമറയിൽ നോക്കി തന്നെ അവൻ ക്ലാപ്പ് ചെയ്യുന്ന ആക്ച്വലി കാണാൻ പറ്റി. സോ ഡെഫിനറ്റ്ലി വാച്ച് ഗുഡ് ബാഡ് അഗ്ലി ഇൻ യുവർ തിയേറ്റേഴ്സ്. ഒരു അജിത്തിൻ്റെ ഒരു ഫീസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഡു വാച്ച് ഗുഡ് ബാഡ് അഗ്ലി ഇൻ യുവർ തിയേറ്റേഴ്സ്.